നോക്കിയിടത്തോളം കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് നാളെ 9:30 മണിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ ഡോക്ടർ. തലവേദനയുണ്ടോ? ഒന്നുമില്ല. പിന്നെ 2-3 ദിവസമായിട്ട് തലവേദന ഉണ്ടായില്ലല്ലോ? ഇല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ തന്നെയായിരുന്നു നിങ്ങളുടെ രോഗം. ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിഞ്ഞു. സ്കാനിങ് എന്ന കീറാമുട്ടയും കീറി. നാളെ ഫൈനൽ ഡയഗ്നോസിസ് റിപ്പോർട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർ സുകുമാരൻ. സോ രാധ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എല്ലാ മരുന്നുകളും നിർത്തുക. അങ്ങനെ ഒരു പരീക്ഷണം കൂടി നമുക്ക് നടത്താം. എന്താ? ഓക്കെ ഡോക്ടർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മനസ്സിന്റെ മഞ്ചലിൽ തനിയെ മയങ്ങുന്ന മൗനമേ, മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ, ഓർമ്മകളിൽ ഒഴുകി വരൂ നേർമയഴും കുളിരുതിരു, ഇനി 1000 ആശംസകൾ. മനസ്സിന്റെ മഞ്ചലിൽ തനിയെ മയങ്ങുന്ന മൗനമേ, മധുരാനുഭൂതികൾ സ്വയമേ തിരയും മുഹൂർത്തമേ. എന്താ രാധ, എന്തു പറ്റി? എന്താ മോളെ? ഡോക്ടർ എന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി നോർമൽ ആണെന്നാണ് ഡോക്ടർ സുകുമാരൻ പറഞ്ഞത്. ഇവിടെ നടത്തിയ എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ അവിടെ ചെയ്തു. പിന്നെയാണ് സ്കാനിങ് ചെയ്തത്. ഇൻ ന്യൂറോളജി സുകുമാരൻ ഈസ് ദ ലാസ്റ്റ് വേർഡ്. വെല്ലൂർ ചെന്നേ പിന്നെ ഒരാഴ്ച ചേട്ടത്തേക്ക് തലവേദന ഉണ്ടായുള്ളൂ. സർപ്രൈസിങ്. മോളെ, നിനക്കിപ്പോ തലവേദന വരാറുണ്ടോ? ദാറ്റ്സ് ഗുഡ്. ഭാഗ്യം. ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതിയായിരുന്നു. Congratulations. It is confirmed. ഡോക്ടർ ഇന്നലെ വീണ്ടും കണ്ടു. എന്ത് പറഞ്ഞു? ഉറപ്പാണെന്ന്. ഗുഡ്.
കരയരുത്. കരയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ചിരിക്കണോ? 5-6 വർഷങ്ങളായില്ലേ ചിരിച്ചിട്ട്? ഇതുവരെ കരയായിരുന്നില്ലേ? ഇനി അല്പം ചിരിക്കുന്നോണ്ട് അപകടമൊന്നുമില്ല. ആരണ്യകാണ്ഡത്തിലൂടെ ആശ്രമവാടത്തിലൂടെ ഒരു യുവതാപസ കന്യകയാ ക്ഷമയുടെ നന്ദിനി പോയി ആരണ്യകാണ്ഡത്തിലൂടെ ആശ്രമവാടത്തിലൂടെ സ്വയംവരം കഴിഞ്ഞതു മുതലേ വനവാസം തുടങ്ങുകയായി മനസ്സിലെ മായാമാരീജൻ മോഹമം പൊന്മാനായി മാറി ഒരു നിമിഷം മാത്രം ആരണ്യകാണ്ഡത്തിലൂടെ ആശ്രമവാടത്തിലൂടെ ഒരു യുവതാപസ കന്യകയാ ക്ഷമയുടെ നന്ദിനി പോയി വരും ഫലം സ്വയമറിയാതെ ശരരേഖ താണ്ടുകയായി അസുരവികാരം രഥമേറി ചിറകറ്റു ബന്ധങ്ങൾ വീണു അകലങ്ങളെ താനേ ആരണ്യകാണ്ഡത്തിലൂടെ ആശ്രമവാടത്തിലൂടെ ഒരു യുവതാപസ കന്യകയാ ക്ഷമയുടെ നന്ദിനി പോ ആരണ്യകാണ്ഡത്തിലൂടെ ആശ്രമവാടത്തിലൂടെ എന്നോട് പറ, എന്താ ഈയിടെ ചേട്ടത്തിക്ക് പതിവില്ലാത്തൊരു ദുഃഖം? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഞാൻ എന്നും ദുഃഖിച്ചിട്ടല്ലേ ഉള്ളൂ. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ചോദിച്ചതൊക്കെ കേട്ടു. പറയാനുള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്തു. പറഞ്ഞത് ഞാൻ കേട്ടു. ബാക്കി കാര്യങ്ങളാ ചോദിക്കുന്നത്. അമ്മ ഇനി എന്നോടൊന്നും ചോദിക്കരുത്.
അകത്തേക്ക് വരൂ. വേണ്ട. എന്താ ഇതിനകത്ത് സഹിക്കാനാവാത്ത വല്ല മാറ്റമുണ്ടോ? ഒരിക്കൽ ഞാൻ ലക്ഷ്മണരെയൊക്കെ കവിച്ചു കിടന്നു. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു. ഇനി വേണ്ട. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. പറയൂ. എനിക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിത്തരണം. എന്തിന്? മരിക്കാൻ. പലതവണ ഇത് പറയുന്നു. ഇനി ആവർത്തിക്കരുത്. എനിക്ക് മറ്റൊന്നും പറയാനില്ല. അതെ, നിനക്ക് മരണമല്ല, ജീവിതമാണ് ഞാൻ തരാൻ പോകുന്നത്. പുതിയൊരു ജീവിതം, കുടുംബം, കുട്ടികൾ, അങ്ങനെ അനേക കാലം നീ ആത്മാവിൽ ആഗ്രഹിച്ചിരുന്നൊക്കെ. വേണ്ട സുധി, എനിക്ക് മരിച്ചാൽ മതി. ഞാനതിന് കൂട്ടു നിൽക്കില്ല. എങ്കിൽ ഞാൻ തന്നെ അതിന് വഴി കാണാം. പക്ഷേ അതിനു മുൻപ് എന്റെ എല്ലാമായ സുഖവേട്ടന് ഈ ലോകത്തിലെ നിത്യനരകത്തിൽ നിന്ന് മോചനം നൽകും. എന്നിട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കൂ. എന്ത് പറ്റി ചേട്ടത്തി? എന്താ രാജശേഖര, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? പറയൂ, വാട്ട്സ് ട്രബിളിംഗ് യു? രാധ ഗർഭിണിയാണ്. വാട്ട്? യെസ്. മൈ ഗോഡ്. രാധേ, ഞാനും രാജശേഖരനും ബാല്യകാല സുഹൃത്തുക്കളാണ്. പഠിച്ചത് ഒരുമിച്ച്, ആർമിയിൽ ചേർന്ന് ഒരുമിച്ച്, പിരിഞ്ഞു പോന്നതും ഒരേ ദിവസം. അതാണ് മോളെ ഞങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ ചരിത്രം. അറിയാം. അപ്പോ ഈ കുടുംബത്തിന്റെ പ്രശ്നം എന്റെയും പ്രശ്നമാണ് അല്ലേ? നമുക്ക് നാളെ രാവിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം. എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഒന്നും പേടിക്കാനില്ല, ആരും അറിയുകയില്ല. ആൻഡ് യു വിൽ ബി ഫ്രീ. വേണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ ഇത് അങ്കിളിനെ എന്നോടൊന്നും പറയരുത്. സുധി, എന്താ അച്ഛാ? ഒരു കാര്യം പറയാനുണ്ട്. രാധ ഗർഭിണിയാണ്. ആരാണെന്ന് പോലും അവൾ പറയുന്നില്ല. അതെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അതറിഞ്ഞിട്ട് വേണ്ടേ? അറിഞ്ഞു. അയാളെ സമ്മതിക്കുകയും ചെയ്യുന്നു. അയാൾ രാധയെ കല്യാണം കഴിക്കാൻ ഒരുക്കമാണ്. എങ്കിൽ അച്ഛൻ നടത്തി കൊടുക്കും. രാധയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ എങ്കിൽ? ബട്ട് ഹൂ ഇസ് ദാറ്റ് ബാസ്റ്റർഡ്? അതറിയണ്ടേ ആദ്യം. എനിക്കറിയാം. സമയമാകുമ്പോൾ ഞാനത് പറയാം. സുധാകര, ടെൽ മീ നൗ, ഹൂ ഇസ് ദാറ്റ് ബാസ്റ്റർഡ്? കം ഓൺ. ഞാൻ തന്നെയാണ്. അച്ഛാ,
എന്ത് പറ്റി അച്ഛാ? എന്താ അച്ഛാ? സുധി, എന്താ നീ ഇന്ന് ഓഫീസിൽ പോണ്ട. ബെറ്റർ ടെലിഫോൺ ആൻഡ് ഇൻഫോം ദം. എന്താ കാര്യം? പറയാം. പോകാൻ ചേട്ടാ. നീ ഇന്ന് പോകണ്ട. എന്താ അച്ഛാ? കാര്യമുണ്ട്, പറയാം. അയ്യോ അച്ഛാ, എന്താ? എന്റെ റിസൾട്ട് അറിയുന്ന ദിവസമല്ലേ, പോയിട്ട് ഉടനെ വരാം. എന്നാ ഡ്രൈവറെ വിളിച്ച് കാർ എടുത്തിട്ട് പോ. ഉം. രാധേ, എന്റെയും നിന്റെയും ഈ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അമ്മാവും പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ മരിക്കാൻ തയ്യാറാണ്. മരിക്കുന്നത് പോലെ അത്ര എളുപ്പമായ നിസ്സാരമായ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അനുസരിക്കാം. ഗുഡ്. സുധാകരനോട് ആജ്ഞാപിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നാളെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് സുധാകരന്റെയും രാധയുടെയും വിവാഹം നടക്കണം. അമ്മാവ, എനിക്ക് എതിർക്കാനാണ് ഭാവമെങ്കിൽ വേണ്ട. രാധേ, പക്ഷെ രാജശേഖരൻ, ഇവിടെ അല്പം ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇല്ലേ? ഐ നോ, ബട്ട് ദാറ്റ് ഇസ് നത്തിങ്. 6-7 വർഷങ്ങളായി വെറും ജീവച്ഛവമായി കഴിയുന്ന സുഖുവിനും രാധയും തമ്മിലൊരു ഡൈവേഴ്സ് നേടുക പ്രയാസമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് ഈ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി. മേ ബി യു ആർ റൈറ്റ്. സുധി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അച്ഛനെ അനുസരിക്കുന്നു. പക്ഷെ ഇതിൽ ഭേദം നിനക്ക് എന്നെ കൊല്ലാമായിരുന്നു. എന്തിന്? നിന്നെ ജനിപ്പിച്ച കുറ്റത്തിന്. അച്ഛൻ സാഹിത്യകാരന്റെ ശൈലിയിൽ സംസാരിക്കരുത്. കടന്നു പോടാ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. സുധി, ഹീസ് ഓൾ ടെൻസ്ഡ്. പ്ലീസ് ലീവ് ഹിം. അതല്ലെങ്കിൽ സത്യം കേൾക്കാൻ അച്ഛന് മനസ്സില്ല, ധൈര്യമില്ല. എന്ത് സത്യമാണടാ നിനക്ക് ഘോഷിക്കാനുള്ളത്? സ്വന്തം ചേട്ടന്റെ ഭാര്യ, അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ട ആ പാവം പെണ്ണുമായി അവിഹിത വീഴ്ച നടത്തിയിട്ട് അവൻ സത്യത്തിന്റെ പ്രവാചകനാകാൻ തുടങ്ങുന്നു. മൈ ഫുഡ്. അച്ഛന്റെ ആ പാവം പെണ്ണ് ഈ വീട്ടിൽ വേലക്കാരിയായി, ശമ്പളം പോലും ഇല്ലാത്ത വേലക്കാരിയായി കഴിയാൻ തുടങ്ങിയിട്ട് 5-6 വർഷങ്ങളായില്ലേ? സോ വാട്ട്? നിങ്ങളെല്ലാം ആ പാവം പെണ്ണിനോട് കടുത്ത ക്രൂരത കാണിച്ചപ്പോൾ ഞാൻ ഇപ്പൊ കരുണ കാണിച്ചു പോയി. മനുഷ്യത്വത്തിന്റെ പേരിൽ വേലക്കാരിൽ നിന്ന് ഉയർത്തി ഞാൻ അവളെ വീട്ടുകാരിയേക്കാൻ ശ്രമിച്ചു. ഇതല്ലേ ഞാൻ ചെയ്ത കുറ്റം? അതിനവളെ പിഴപ്പിച്ചിട്ട് വേണമായിരുന്നു. വേണമായിരുന്നു. ബട്ട് വൈ? അവരുടെ അസുഖം മാറ്റാൻ, മരവിച്ചു പോയി അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. സ്റ്റോപ്പ് യുവർ ബ്ലഡി നോൺസെൻസ്. യു ആർ ട്രൈയിങ് ടു ടീച്ച് മീ. അച്ഛന്റെ ഔന്നത്യം മറ്റാരേക്കാളും അധികം മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇന്നെന്നെ സഹായിക്കുന്ന അച്ഛൻ നാളെ ശാന്തനാവുമ്പോൾ എന്നെ അനുമോദിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഐ ബെറ്റ്. രാധേ, എന്തോ? ഇവിടെ വന്നിരിക്കൂ. എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്താണ്? അന്ന് എല്ലാവരും എന്നെ നോക്കി കരഞ്ഞപ്പോ നീ മാത്രം ചിരിക്കാൻ ശ്രമിച്ചു. മറ്റെല്ലാവരെക്കാളും നിന്റെ മനസ്സ് കരയുകയായിരുന്നു എന്ന് എനിക്കറിയാം. എന്നിട്ടും നീ ചിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോ കുറെ ദിവസങ്ങളായി നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നു. കാണാനല്ലാതെ കൈ ഉയർത്തി നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ പോലും എനിക്ക് കഴിയില്ലല്ലോ. മനസ്സുണ്ടെങ്കിലും നിന്റെ ദുഃഖം പങ്കിടാൻ എന്നെ അനുവദിക്കും. പറയുമോളെ, എന്തു പറ്റി നിനക്ക്? എന്റെ പൊന്നിനോട് ഞാൻ എന്താ പറയാ? എങ്ങനെയാ പറയാ?